ഒരു ഐസിങ് ബാഗ് എടുത്തിട്ട് അതിൽ നോസിലിടണം. നൂറിൻ്റെ N1 റൊസെറ്റ് നോസിലാണ് ഇട്ട് കൊടുത്തത്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നോസിലിങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രീം ഫില്ല് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. കേക്കിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രിപ്പിംഗ് എഫക്റ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചതിൽ ബാലൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും കൂടിയിട്ടുള്ള അളവാണ് ഫസ്റ്റ് പറഞ്ഞത്. 2 കപ്സ് ചോക്ലേറ്റ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നു. നമ്മൾ കുറച്ച് നേരം ഇരുന്നല്ലോ. അപ്പോൾ ഇത്ര തിക്ക് എടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നേരത്തെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. ഇനി സെറ്റായ കേക്കിലേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച കേക്കാണ് കേട്ടോ. അതിലേക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഓഫ്സെറ്റ് ചെറിയ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട്, നന്നായിട്ട് അമർത്തി ആക്കരുത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആവും. വിപ്പിംഗ് ക്രീമും ഗനാഷും കൂടി മിക്സ് ആവും. അപ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഡ്രിപ്പായിട്ട് വരുന്ന ഒരു എഫക്റ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക.